ഇപ്പോൾ സമയം വെളുപ്പിന് 5 മണിയാട്ടോ. ഞാൻ ഈ റെഡിയായി നിൽക്കുന്നത് നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു അമ്പലത്തിൽ ഔഷധ സേവയുണ്ട്. ശ്രീകൃഷ്ണൻ്റെ അമ്പലത്തിലാട്ടോ ഔഷധ സേവ. അപ്പോൾ ഞങ്ങളിത് 3-ാം വർഷമാട്ടോ പോകുന്നത്. ഇവിടെ വീട് വെച്ച് താമസം തുടങ്ങിയിട്ട് ഇത് 3-ാമത്തെ വർഷമാണ്. അപ്പം നമ്മൾ അടുപ്പിച്ച് ഇത് 3-ാമത്തെ വർഷമാട്ടോ പോകുന്നത്. ഞാനും അനിയനുമാണേ പോകുന്നത്. അപ്പോൾ തലേദിവസം നല്ല മഴയായിരുന്നു കേട്ടോ. അതുകൊണ്ട് മുറ്റത്തൊക്കെ നല്ല വെള്ളമൊക്കെ കിടപ്പുണ്ട്. പിന്നെ ഇപ്പോൾ നല്ല വെള്ളവും മഴയും പെയ്യുന്നുമുണ്ട് കേട്ടോ. പണ്ടൊക്കെ ഈ ഔഷധ സേവനെ പറ്റി കേട്ടിട്ടുണ്ടെങ്കിലും നമുക്കങ്ങനെ പോകാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഇപ്പോൾ ഈ അമ്പലത്തിൻ്റെ തൊട്ടടുത്ത വീടായതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ വർഷവും മുടങ്ങാതെ പോകുവേ. നമ്മുടെ ഈ തൊട്ടടുത്ത വീടുകളിലൊക്കെ എല്ലാവരും തന്നെ രാവിലെ 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും പോകും കേട്ടോ. അതുകൊണ്ട് എല്ലാവരും തന്നെ എണീറ്റിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തിയിട്ടുണ്ട്. വണ്ടിയൊക്കെ കുറച്ച് ദൂരെയാട്ടോ കൊണ്ട് വെച്ചത്. അപ്പോൾ കുറേ ദൂരെ നിന്നൊക്കെ ആൾക്കാരിങ്ങനെ ടൂറിസ്റ്റ് ബസ്സിനും KSRTCക്കും എല്ലാം വരുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല ബ്ലോക്കായിരുന്നേ, നല്ല തിരക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അമ്പലത്തിലൊക്കെ കയറി ഓരോ സെക്ഷനായിട്ടാട്ടോ നമുക്ക് ഔഷധം സേവിക്കാനായിട്ട് അവർ തരുന്നത്. ഞങ്ങളൊരു സെക്കൻഡ് ട്രിപ്പാണെന്ന് തോന്നുന്നു ഞങ്ങൾ ഇരുന്നു കേട്ടോ. പിന്നെ കുറച്ച് നാമമൊക്കെ ജപിച്ച് കഴിഞ്ഞിട്ടാട്ടോ നമുക്കത് ആ ഔഷധം സേവിക്കാനായിട്ട് തരുന്നത്. അതൊരു ആലിലയിലാണ് നമുക്ക് തരുന്നത്. അത് ആ നാമജപമൊക്കെ കഴിഞ്ഞിട്ട് ഉടനെ തന്നെ നമ്മൾ ആ ഔഷധം കഴിക്കണം കേട്ടോ. വെറും വയറ്റിലാണ് കഴിക്കേണ്ടത്. പിന്നെ നമ്മൾ കൈയൊക്കെ കഴുകി ഭഗവാനെ കാണാനായിട്ടോ പോയത്. പിന്നെ നേരെ ഊട്ടുപുരയിലേക്കാണ് പോയത്. ഔഷധക്കഞ്ഞിയുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഔഷധക്കഞ്ഞി അവിടെ വെച്ച് തന്നെ കുടിച്ചേ. പിന്നെ വീട്ടിലുള്ളവർക്കുള്ള ഔഷധക്കഞ്ഞിയും ഔഷധവും നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിട്ടോ. അന്നേരത്തേക്ക് നേരം വെളുത്തിട്ടുണ്ടായിരുന്നേ, ഒരു 6:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആളുകളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. രാവിലെ നേരത്തെ തന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഈ അമ്പലത്തിൻ്റെ ചുറ്റും താമസിക്കുന്ന ആൾക്കാരൊക്കെ കേട്ടോ നേരത്തെ വരുന്നത്. തൊട്ടടുത്തുള്ള ആൾക്കാരൊക്കെയാണ്. ചെറിയ മഴ തൂളുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങി പോകുന്ന ആൾക്കാരും ഉണ്ട്, അമ്പലത്തിൽ വരുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ KSRTCക്കൊക്കെ ഓരോ ആൾക്കാരെ കൊണ്ടുവരുന്നുണ്ട്. ഓരോ ട്രിപ്പായിട്ടാട്ടോ അവരെ കൊണ്ടുവരുന്നത്. റോട്ടിലൊക്കെ നല്ല തിരക്കായിരുന്നേ, നല്ല ബ്ലോക്കുമായിരുന്നു കേട്ടോ. നടന്നു വരുന്ന ആൾക്കാരുണ്ട്, ബസ്സിന് വരുന്ന ആൾക്കാരുണ്ട്, വണ്ടിക്ക് വരുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഒത്തിരി ആൾക്കാരൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. ഇറങ്ങി നമ്മൾ എല്ലാ വർഷവും നേരത്തെ 5 മണിയൊക്കെ ആകുമ്പോൾ തന്നെ പോകും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അന്നേരം കുറച്ച് തിരക്കും കുറവുണ്ട്. തിരക്ക് ഒത്തിരി കുറവുണ്ടെന്നല്ല, എന്നാലും അത്യാവശ്യം തിരക്ക് കുറവുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ ഔഷധം കിട്ടും. വേഗം കയറി തൊഴുത് നമുക്ക് വീട്ടിലെത്താം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളതേ വീട്ടിലെത്തിയിട്ടുണ്ട്. വീട്ടിലെത്തിയപ്പോഴും നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ അതേ കാശി എഴുന്നേറ്റിരിപ്പുണ്ട് കേട്ടോ. കാശി 5 മണിക്ക് എണീറ്റതാണ്. ഞങ്ങൾ പോകാൻ നേരത്തെ എണീറ്റതാണ്. പിന്നെ അവൻ ഉറങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതേ ഇത് നമ്മൾ മേടിച്ച ഔഷധക്കഞ്ഞിയാണ്. ഞങ്ങൾ വീട്ടിൽ വന്ന ഉടനെ തന്നെ കാശിനെ കൊണ്ട് ഔഷധം കഴിപ്പിച്ചു കേട്ടോ. അത് കഴിച്ചതിൻ്റെ ഇലയാണ് ഇരിക്കുന്നത്. കാശിയും അമ്മയും കഴിച്ചു കേട്ടോ. ആ ആലിലയാണ് ഇവിടെ ഇരിക്കുന്നത്. പിന്നെ ഞങ്ങൾ ഒരു ബോട്ടിൽ പായസം മേടിച്ചിട്ടുണ്ടായിരുന്നേ. അരവണ പായസം കേട്ടോ ഇത്. ഞങ്ങൾ വന്ന പാടെ തന്നെ അമ്മ ഔഷധക്കഞ്ഞി കുടിച്ചു കേട്ടോ. കൂടെ തന്നെ കാശിയും ഔഷധക്കഞ്ഞി കുടിക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ആട്ടോ ഈ കഞ്ഞിക്ക്. ഞങ്ങൾ ആദ്യമായിട്ട് ഈ ഔഷധ സേവയ്ക്ക് പോയപ്പോൾ ഞങ്ങൾക്ക് എന്തോരം കഞ്ഞി മേടിക്കണം എന്നൊന്നും അറിയത്തില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കൂടുതൽ കഞ്ഞിയാണ് മേടിച്ചുകൊണ്ട് വന്നത്. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഇതൊരു നേർച്ച കഞ്ഞിയാണല്ലോ. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു ചെറിയ പാത്രത്തിൽ കൊള്ളാവുന്ന കഞ്ഞി മാത്രം മേടിച്ചാൽ മതിയാവുമേ. അപ്പോൾ തന്നെ ഉണ്ടാക്കുന്ന കഞ്ഞി ആയതുകൊണ്ട് നല്ല ചൂടായിരുന്നു കേട്ടോ. അപ്പോൾ വീട്ടിൽ കൊണ്ടുവന്നാലും ആ ചൂട് അങ്ങനെ ആറാതെ തന്നെ നിൽക്കുമായിരുന്നേ. അപ്പോൾ രണ്ടുപേരും കൂടെ കഞ്ഞിയൊക്കെ കുടിക്കുന്നുണ്ട് കേട്ടോ. കാശി രാവിലെ എണീറ്റതാണല്ലോ. അപ്പോൾ കാശി അമ്പലത്തിൽ കൊണ്ടുപോകാത്തതിൻ്റെ ഒരു പരിഭവം അവനുണ്ട് കേട്ടോ. പക്ഷേ കുഞ്ഞു പിള്ളേരെ കൊണ്ട് അങ്ങനെ രാവിലെ പോകുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ അതുകൊണ്ടാട്ടോ കൊണ്ടുപോകാത്തത്. ഈ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഏറ്റവും വിശേഷപ്പെട്ട ഒരു ദിവസമാട്ടോ ഒന്ന്. അതുകൊണ്ട് തന്നെ രാവിലെ അമ്പലത്തിൽ പോയപ്പോൾ ഒരു പോസിറ്റീവ് ഫീലാട്ടോ കിട്ടിയത്. അടുത്ത വർഷവും മുടങ്ങാതെ പോകാൻ പറ്റണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ബായ്.